നമസ്കാരം. സംസ്ഥാനത്ത് തുടർന്ന് ശക്തമായ കാറ്റിലും മഴയിലും അട്ടപ്പാടിയിൽ ദാരുണ മരണം. അട്ടപ്പാടി ചെമ്മണ്ണൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം ഒടിഞ്ഞു വീണ് കൽക്കണ്ടി സ്വദേശിനിയായ 35-കാരി സോണിയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഓട്ടോയിലുണ്ടായിരുന്ന മറ്റു 2 സ്ത്രീകൾ പരിക്കുകളോടെ ചികിത്സയിലാണ്. മലയോര മേഖലകളിൽ കാറ്റ് ശക്തമാകുന്ന ഭീതിയിലാണ് ജനങ്ങൾ. മംഗളാദേവി ക്ഷേത്രോത്സവത്തിനെത്തിയ ഭക്തർക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും ഇടിമിന്നലേറ്റു. ഇടുക്കി ജില്ലാ പോലീസ് ആസ്ഥാനത്തെ CPO അൻസാർ ഉൾപ്പെടെ 6 പേർക്കായിരുന്നു പരിക്കേറ്റത്. അൻസാറിന്റെ കൈമുട്ടിന് പൊട്ടലുണ്ട്. പരിക്കേറ്റ മറ്റുള്ളവർ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ്. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ വേനൽ മഴ വൻ നാശനഷ്ടമാണ് വിതച്ചത്. തൊടുപുഴയിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിന്റെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായും തകർന്നു. വണ്ടിപ്പെരിയാറിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ ഗതാഗതവും വൈദ്യുതിയും മണിക്കൂറുകളോളമാണ് തടസ്സപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ മുക്കം, തിരുവമ്പാടി ഭാഗങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. രാജ്യത്ത് ഈ മാസം സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ദീർഘകാല ശരാശരിയുടെ 110% മഴ ഇത്തവണ ലഭിക്കും എന്നാണ് പ്രവചനം. 1971 മുതൽ 2020 വരെയുള്ള കണക്കനുസരിച്ച് 64.1 മില്ലിമീറ്റർ മഴയാണ് മെയ് മാസത്തിൽ ലഭിക്കേണ്ടത്. ലഭിക്കാനിരിക്കുന്ന ഈ മഴ ഉഷ്ണതരംഗത്തിന് ആശ്വാസം നൽകുമെങ്കിലും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റും ഇടിമിന്നലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തെ കണക്കനുസരിച്ച് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ചിരിക്കുന്നത്, 256.7 മില്ലിമീറ്റർ. എന്നാൽ പാലക്കാട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഴയിൽ വൻ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോട്ടയം, ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായി കാറ്റും ഇടിമിന്നലും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. മഴ മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും ഒഴിവാക്കുക. വടക്കൻ കേരളത്തെക്കാൾ മധ്യ തെക്കൻ കേരളത്തിലായിരിക്കും മഴ കൂടുതൽ ശക്തമാവുക. നാളെയും മറ്റന്നാളുമായി 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. മറ്റന്നാൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ കാറ്റിനുമാണ് സാധ്യത ഉള്ളത്. കാറ്റും മഴയും ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാറ്റുള്ള സമയത്ത് മരങ്ങൾക്ക് താഴെ നിൽക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കുക. അട്ടപ്പാടിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപകടാവസ്ഥയിലുള്ള മരച്ചിലകൾ വെട്ടിമാറ്റൽ നടപടികൾ സ്വീകരിക്കുക. ശക്തമായ കാറ്റിൽ ഇലക്ട്രോണിക് ലൈനുകൾ പൊട്ടിവീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് നടന്നു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജലാശയങ്ങളിൽ മീൻ പിടിക്കുവാനോ കുളിക്കുവാനോ ഇറങ്ങുന്നതും ഒഴിവാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഇടുക്കിയിലും കോഴിക്കോടും വ്യാപകമായ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. വാഴ, റബ്ബർ കൃഷികൾക്കൊക്കെ തന്നെയാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ മഴ കുറഞ്ഞത് കന്നുകാലികൾ വളർത്തുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ മെയ് മാസത്തിൽ ലഭിക്കുന്ന അധിക മഴ കൃഷി മേഖലയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് കാർഷിക വിദഗ്ധർ നൽകുന്ന വിലയിരുത്തൽ. കേരളത്തിൽ മഴ കനക്കുമ്പോഴും ലക്ഷദ്വീപിൽ സ്ഥിതി വിഭിന്നമാണ്. കടുത്ത വരൾച്ചയുടെ വക്കിൽ തന്നെയാണ് ദ്വീപ് സമൂഹങ്ങൾ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 44.5 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് വെറും 4 മില്ലിമീറ്റർ മാത്രമാണ് അവിടെ ലഭിച്ചത്. ജലക്ഷാമം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദ്വീപ് നിവാസികൾ ആശങ്കയിലാണ്. ഈ വർഷത്തെ വേനൽ മഴയും അതിനോടുള്ള അനുബന്ധിച്ചുള്ള കാറ്റുമൊക്കെ അപ്രതീക്ഷിത നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചത്. കാലാവസ്ഥാ വകുപ്പിന് കൃത്യമായ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇന്ത്യയിലെ ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്റെ 2ാം പദത്തിൽ ശക്തമായി എൽ നിനോ രൂപപ്പെടുന്നത് വലിയ സ്വാധീനം ചെലുത്താമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏപ്രിൽ 13 പുറത്തിറക്കിയ ദീർഘകാല പ്രവചനത്തിൽ 2026 മഴ സാധാരണ നിലവാരത്തെ അപേക്ഷിച്ച് കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് സൂചന. സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യക്ക് ലഭിക്കുന്ന വാർഷിക മഴയുടെ ഏകദേശം 70% മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത്. ഇത് ഏകദേശം 870 മില്ലിമീറ്റർ ആണ്. എന്നാൽ ഈ വർഷം അത് ഏകദേശം 800 മില്ലിമീറ്ററിലേക്ക് ചുരുങ്ങുമെന്നാണ് പ്രവചനം. ഇത് രാജ്യത്തെ ഏകദേശം 60% കർഷകർക്ക് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് ഖരീഫ് സീസണിൽ മൺസൂൺ മഴയിൽ ആശ്രയിക്കുന്ന കൃഷികൾക്ക് വലിയ ബാധ്യത ഉണ്ടാകും. പസഫിക് സമുദ്രത്തിലെ താപനില വർധനവാണ് എൽ നിനോയുടെ പ്രധാന കാരണം. ഇത് ഇന്ത്യയിൽ മഴ കുറയുവാൻ കാരണമാകും. 2015-16 സൂപ്പർ എൽ നിനോ കാലത്ത് രാജ്യത്ത് വരൾച്ചാ നില അനുഭവപ്പെട്ടിരുന്നു. പോസിറ്റീവ് ഘട്ടമെന്ന് പറയുന്നത് അതായത് മഴ വർദ്ധിക്കും, നെഗറ്റീവ് ഘട്ടത്തിൽ മഴ കുറയുകയും ചെയ്യും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില വ്യത്യസ്തമാണിത്. ഇപ്പോൾ ന്യൂട്രൽ നിലയിലാണുള്ളത്. എന്നാൽ മൺസൂൺ അവസാനം പോസിറ്റീവ് ഘട്ടത്തിലേക്ക് മാറാമെന്നാണ് പ്രവചനം.
വടക്കൻ ഗോളാർദ്ധത്തിലെ മഞ്ഞുപാളി കുറവായതുകൊണ്ട് തന്നെ സാധാരണ നല്ല മൺസൂൺ ലഭിക്കാറുണ്ട്. ഈ വർഷം ജനുവരി മാർച്ച് കാലയളവിൽ മഞ്ഞുപാളി സാധാരണയേക്കാൾ കുറവായിരുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മഴ കുറവായിരിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ ചില ഭാഗങ്ങളിൽ സാധാരണയോ അതിലധികമോ മഴയും ലഭിക്കാം. ലഡാക്ക്, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, തെക്കൻ അർദ്ധദ്വീപിലെ വടക്കൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തെലങ്കാന പ്രദേശങ്ങളിലൊക്കെ തന്നെ അധിക മഴ ലഭിക്കും. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് 2000 മുതൽ ആഗോള താപനില വർധനവിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിച്ചു വരുന്നു എന്നാണ്. ഇതിന്റെ ഫലമായി മഴ കുറയുന്നിടത്ത് കുറയുകയും ചില പ്രദേശങ്ങളിൽ അതിവർഷമായി മാറുകയും ചെയ്യുന്ന ഒരു അസാധാരണമായ പ്രവണതയാണ് കാണുന്നത്. IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ മഹാപാത്രയും ഭൂവിജ്ഞാന മന്ത്രാലയ സെക്രട്ടറി M. രവിചന്ദ്രയും വ്യക്തമാക്കുന്നത് പോസിറ്റീവ് IODയുടെ കുറവായ മഞ്ഞുപാളിയും എൽനിനോയുടെ ദോഷഫലങ്ങൾ ഭാഗികമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. മുൻ IMD ഡയറക്ടർ ജനറൽ KJ രമേശ് പറയുന്നത് മൺസൂണിൽ അധിക ഈർപ്പം ഇതിനകം കൂടിച്ചേർന്നിട്ടുണ്ട്. ഇത് ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാരണമാകും. ഏറ്റവും മോശം സാഹചര്യം ഒരു ചെറിയ മഴക്കുറവായിരിക്കും എന്നാണ്. 2026 മൺസൂൺ സീസൺ ഇന്ത്യക്ക് നിർണായകമാണ്. എൽനിനോയുടെ ശക്തി വർദ്ധിക്കുമെന്നതിനാൽ മഴ കുറയുവാനുള്ള സാധ്യതയാണ് ഉയർന്നിട്ടുള്ളത്. എന്നാൽ IOD, മഞ്ഞുപാളി കുറവ്, ഗ്ലോബൽ വാർമിംഗ് എന്നിവ ചേർന്ന് ചില ആശ്വാസം നൽകുവാനും സാധ്യതയുണ്ട്. കർഷകരും നയരൂപീകരണ സംവിധാനങ്ങളും മുൻകരുതലുകൾ എടുക്കേണ്ട സമയമാണിത്. കേരളത്തിൽ ഒറ്റപ്പെട്ട വേനൽ മഴ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് ഗണ്യമായി കുറയുവാൻ സഹായിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. വേനൽ മഴ ശക്തിപ്പെട്ടതോടെ പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ പടരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വീട്ടുപരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. വയനാട്, ഇടുക്കി ജില്ലകളിലെ തോട്ടം തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കമ്മിയുള്ള ജില്ലകളുടെ പട്ടികയിൽ മലപ്പുറവും പാലക്കാടും മുന്നിലാണ്. എന്നാൽ മെയ് ആദ്യവാരത്തിലെ മഴ ഈ കണക്കുകളിലൊക്കെ തന്നെ വലിയ മാറ്റം വരുത്തും. കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചിരിക്കുന്ന ശരാശരി മഴ കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്.